Beautiful souls, welcome back to my channel, and I'm super happy and excited to be here with another video. I hope all of my friends are safe and doing awesome today. So the reading is about, can you trust this person or not? നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിശ്വസിക്കാമോ ഇല്ലയോ എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. So what you have to do is, ഒരാൾ മനസ്സിൽ വിചാരിക്കുക, മേ ബി ഒരു സിറ്റുവേഷനും അവരായിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ആൻഡ് ഞാനിവിടെ 2 സ്റ്റോൺസ് ആണ് എടുത്തു വെച്ചിട്ടുള്ളത്, ഒന്ന് ബ്ലാക്ക് സ്റ്റോണും വൈറ്റ് സ്റ്റോണും. സോ നിങ്ങൾ ഒരാൾ മനസ്സിൽ വിചാരിക്കുക, അവരായിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ മനസ്സിൽ വിചാരിക്കുക, ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള റീസൺ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ആൻഡ് ദെൻ സെലക്ട് 1 സ്റ്റോൺ. Alright, let's start with this black stone. Black stone edutha aalkare, can you trust this person or not? So ഈ black stone select ചെയ്ത ആൾക്കാര്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാമോ ഇല്ലയോ? സോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ഒരു കഴിഞ്ഞു പോയ കാലത്തെ ഒരു ലവർ, ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്, ഓർ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ്, റൈറ്റ്? നിങ്ങൾ ലവേഴ്സ് ആയിരുന്നു, നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോ ആയിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. സോ നിങ്ങൾക്ക് ഒരു ഭയങ്കര സ്ട്രോങ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ആളുടെ അടുത്ത് തോന്നിയിട്ടുണ്ടാവും, അല്ലെ? ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം. മേ ബി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും, ഇടയ്ക്ക് ഈ വ്യക്തിയായിട്ട് സംസാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കാണുന്നുണ്ടാവാം. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെക്കാട്ടി കൂടുതലൊരു ഫിസിക്കൽ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻ്റ് ആണ്. സോ ഡെഫിനറ്റ്ലി അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു നിങ്ങളിപ്പം റിലേഷൻഷിപ്പിലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഈ ബ്ലാക്ക് സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ മേ ബി നിങ്ങളുടെ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടുള്ള ആളെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. അവർ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നുണ്ട്, ഹൈഡ് ചെയ്യുന്നുണ്ട്, ഓർ മേ ബി അവർക്ക് നിങ്ങളല്ലാതെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അതൊന്നും അവർ നിങ്ങളടുത്ത് പറയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങളായിട്ട് അവർക്ക് ഇമോഷനെക്കാട്ടി കൂടുതൽ ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെൻ്റ് ആണ് അവർക്ക് തോന്നുന്നത്. I definitely feel like to stay away from this kind of people in your life. Okay, എന്ത് സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞാലും, എന്ത് ലവ് ആണെന്ന് പറഞ്ഞാലും, ഇതുപോലത്തെ ആൾക്കാരെ നമ്മളെ ലൈഫിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പേഴ്സണലി പറയാനുള്ളത്. പക്ഷെ അവർക്ക് ഈ ഒരു നിങ്ങളുടെ ഒരു ഇമോഷൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ ഒരു വില മനസ്സിലാവാത്തതിൻ്റെ കുഴപ്പമായിരിക്കാം. സോ പക്ഷേ ഈ ആൾ ഒരുപാട് കള്ളങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നല്ലൊരു ഭാഗം കാണിച്ചിട്ട്, നിങ്ങളുടെ അടുത്ത് നല്ലൊരു മുഖം കാണിച്ചിട്ട് പുറകിൽ അവർ വേറെ റിലേഷൻഷിപ്പിലായിരിക്കാം, വേറെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ മേ ബി നിങ്ങൾ ഫിനാൻഷ്യലി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉള്ള കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവും. മേ ബി ഫിനാൻഷ്യൽ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയമായിരിക്കാം. അവർക്ക് ആ ഒരു ബെനിഫിറ്റ്സ് ആണ് അവർ നോക്കുന്നത്. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെക്കാട്ടി കൂടുതൽ ആ ഒരു ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ അവർ നിൽക്കുന്നത്. ഓക്കെ, ഭയങ്കര പ്ലേഫുൾ ആയിട്ടുള്ള ആൾക്കാരാണത്. സോ അവർക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെക്കാട്ടി കൂടുതൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന്, നിങ്ങളെ മേ ബി ഇപ്പോഴും നിങ്ങളായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് പോലും നിങ്ങളെ കൊണ്ട് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു റീസൺ കൊണ്ടാണ് അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത്. സോ പക്ഷെ അവർ നിങ്ങളറിയാതെ നിങ്ങളെ മേ ബി ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടാവാം. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കെ മേ ബി അവർക്ക് വേറെ റിലേഷൻഷിപ്പ് സീരിയസ് ആണോ അല്ലയോ ഞാൻ പറയുന്നില്ല. സോ അവർക്ക് നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് വേറെ റിലേഷൻഷിപ്പ്, അത് നിങ്ങളെ ഹൈഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന
കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇതിലൊരു സീരിയസ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ്, ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങളടുത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. പക്ഷെ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. And they are not honest, they are hiding a lot of things from you. റിലേഷൻഷിപ്പ് നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു അകലം പാലിച്ച് നിൽക്കുക. ഐ എം നോട്ട് ജഡ്ജിങ് എനിബഡി, ബട്ട് it's for your good. So don't trust this person, or don't trust whatever they say or whatever they make you feel. Don't trust, okay? See in the message ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കാം. God is protecting you from the situation. Okay, God is protecting you from this relationship. Okay, God is definitely. Let's take one more message. നമുക്കൊരു മെസ്സേജും കൂടെ നോക്കാം. Don't commit on them. Okay, so നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് ഈ വ്യക്തിയായിട്ട് പോകുന്നത്. സോ ഗോഡ് ഇസ് പ്രൊട്ടക്ടിങ് യു ഫ്രം ദം ഓർ ഫ്രം ദ സിറ്റുവേഷൻ, ആൻഡ് ഡോണ്ട് കമ്മിറ്റ് ഓൺ ദം. ഓക്കെ, ഡോണ്ട് കമ്മിറ്റ് ഓൺ ദം, ഡോണ്ട് ട്രസ്റ്റ്. I'm not judging anybody, but don't trust the situation. So that is what I want to tell you. It's not about this person. Maybe ആൾക്കാർക്ക് ഓരോ റീസൺസ് ഉണ്ടാവും ഇങ്ങനെ ലൈഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരടുത്ത് ഹോണസ്റ്റ് അല്ലാണ്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തതിൻ്റെ പല റീസൺസ് ഉണ്ടാവും. ബട്ട് നമ്മളത് ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയുമായിട്ട് ഡിറ്റാച്ച് ആയി നിൽക്കുക അല്ലെങ്കിൽ അകലം പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഐ എം നോട്ട് ജഡ്ജിങ് എനിബഡി, ബട്ട് ഫോർ യുവർ ഗുഡ് I really want you guys to understand this situation and stay away from this situation. So അതാണ് ബ്ലാക്ക് സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ നിങ്ങളുടെ റീഡിങ്. സോ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ട്രസ്റ്റ് ദിസ് പേഴ്സൺ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ വൈറ്റ് സ്റ്റോൺ. സോ വൈറ്റ് കളർ സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാമോ ഇല്ലയോ നമുക്ക് നോക്കാം. Can we trust this person or not? ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്, കഷ്ടപ്പെട്ട് ലൈഫിൽ വിജയം കൈവരിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, സോ പുറമേ നിന്ന് നോക്കുമ്പം അവർക്ക് എല്ലാം ഉണ്ട്. അവർ ആഗ്രഹിച്ച സ്നേഹം, ലവ്, മണി, എവറിത്തിങ് ദേ ഹാവ്. നല്ല റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുള്ള ആൾക്കാരെ പോലെ നമുക്ക് തോന്നും. പക്ഷേ അതിന് പിന്നിൽ അവർ ആ ഒരു ലൈഫിൽ എത്തിച്ചേർന്നതിന് പിന്നിൽ അവരൊരു സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. സോ ഇപ്പം അവർ കാണുന്ന, ഇപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് റിച്ച് ആയിട്ട് നമുക്ക് തോന്നുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. മേ ബി നല്ല പാരൻസ്, നല്ല ഫാമിലി, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കൾ. സോ അങ്ങനെയൊക്കെ നമ്മൾ തോന്നിപ്പിക്കുന്ന ആ ഒരു ആളെ പോലെ നമുക്കിത് തോന്നും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഉള്ളൊരു ഗ്രോത്ത് മാത്രമല്ല, അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ളൊരു ഗ്രോത്ത് മാത്രമല്ല നമുക്ക് സക്സസ് എന്ന് പറയാൻ പറ്റുന്നത്, അല്ലെ. നമ്മൾ ലൈഫിൽ ഉണ്ടാകുന്ന നല്ല സ്നേഹബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ ഓരോ കഴിവുകളും നമ്മളുടെ സക്സസ് ആണ്, അല്ലെ. അങ്ങനെ നോക്കുമ്പം ഒത്തിരി സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണിത്. മേ ബി ഭയങ്കര പണക്കാരനൊന്നും ആവണമെന്നൊന്നുമില്ല, പക്ഷേ അവരുടേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾ കാണുമ്പം ദേ ആർ വെരി സക്സസ്ഫുൾ പേഴ്സൺ, ദേ ആർ വെരി ഹാപ്പി പേഴ്സൺ. പക്ഷെ ആ ഒരു സക്സസിന് പിന്നിൽ, ആ ഒരു സന്തോഷത്തിന് പിറകിൽ അവരുടെ ഒരു കഷ്ടപ്പാടും എഫേർട്ടും എല്ലാം ഉണ്ട്. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊരു കാര്യത്തിൽ കമ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവർ ഒത്തിരി ട്രസ്റ്റ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടൊക്കെ എപ്പോഴും ഈ ആളുണ്ടാവും. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ഒത്തിരി വർക്കഹോളിക് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. കാരണം എപ്പോഴും ജോലി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കാര്യത്തിൽ കമ്മിറ്റ് ചെയ്താൽ അത് അവർ ഫിനിഷ് ചെയ്തിട്ടേ അവർ വേറെ എന്ത് കാര്യം ചെയ്യുള്ളൂ. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ
സാധിക്കുന്ന ആൾക്കാരാണ്. അവരൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ അവര് കമ്മിറ്റ് ആയാലും അവർ സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ വേറെ പൊതുവെ അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർ ഒത്തിരി ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആളാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ നമുക്ക് നോക്കാം. ട്രസ്റ്റ്, യു ക്യാൻ ട്രസ്റ്റ് ദിസ് പേഴ്സൺ. ഓക്കെ, സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് ഈ വ്യക്തി, നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആളെ ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ പുറത്ത് കാണുന്നതൊന്നും ആയിരിക്കില്ല അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ സ്ട്രഗിൾ, അവരുടെ കഷ്ടപ്പാട് ഒക്കെ അവർ ഹൈഡ് ചെയ്തിട്ട് അവരുടെ ഏറ്റവും നല്ല ഭാഗം മാത്രമേ അവർ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയുള്ളൂ. സോ ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രസ്റ്റ് ദിസ് പേഴ്സൺ. സോ ഹോപ്പ് ദിസ് സിറ്റുവേഷൻ റെസനേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ ഫ്രണ്ട്സ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ്